ഞാൻ കൊണ്ടുവെക്കാം മാഡം. ഇങ്ങ് തന്നേക്ക്, ഞാൻ പിടിച്ചോളാം. സൂക്ഷിച്ച്. ശരി. രാധമ്മ പറഞ്ഞ മിക്സി. അതാരാ മോള്? അതിന്റെ ഡ്രൈവറാ രാധമ്മ. മിക്സി നല്ല കമ്പനിയാ. രാധമ്മ നോക്കി. അതെന്തോന്ന്? ഇത് ഐഷുവിനുള്ള ഫ്രൂട്ട്സാ, ഞാൻ കൊടുത്തോളാം. കത്തുന്ന വിറക് പോലെ ഇവളുടെ മനസ്സ്. ശകല എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്തായാലും പപ്പടവട ദാനം തന്നവളല്ലേ. ഈ കൃതികയുടെ പോക്ക് ഒട്ടും ശരിയല്ല. അഹങ്കാരം കയറി തലയ്ക്ക് പിടിച്ചിരിക്കുക. വലിയ സൂര്യമംഗലത്തെ കൊച്ചുതമ്പുരാട്ടിയാണ്, കോടീശ്വരിയാണെന്നുമുള്ള ഭാവം. ഇതുവരെ രാജുമോനായിരുന്നു ഇവളുടെ ഡ്രൈവർ. ഇപ്പൊ അവനെ മാറ്റിയതേ പുതിയ ഡ്രൈവറെ വെച്ച്. പെണ്ണിന് അഹങ്കാരം കയറിയാ പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഇങ്ങനെ പാഞ്ഞോണ്ടേയിരിക്കും. പാവൻ രാജു. പാവം. ആ കൊച്ചിനോട് ദേഷ്യപ്പെട്ടതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. എത്ര കരിമരുന്നിട്ടിട്ടും ശരിക്കങ്ങോട്ട് കത്തുന്നില്ലല്ലോ. രാധമ്മേ, മരുമോളെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിലേ നിങ്ങൾക്ക് ആപത്താ രാധമ്മേ. കുടുംബം നശിച്ചു പോവും. അത്രയ്ക്ക് തല തെറിച്ചവളാ കൃതിക. മിണ്ടി പോരുത്. മര്യാദയായിട്ട് പറയുന്നു. എന്റെ മകനും മരുമകളും തമ്മിൽ ഒരു പ്രശ്നമില്ല. അവര് തമ്മിൽ തല്ലി പിരിയുന്ന ആരും മോഹിക്കും വേണ്ട.